ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റിയുമായിട്ടാണ്. രണ്ടാമത്തെ ലെസണിലെ ആക്ടിവിറ്റി 4. ഒബ്സർവ് ദ പിക്ചർ, ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഈ പിക്ചർ നോക്കി ഇതിൽ കാണുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണെന്ന്. ഇവിടെ ധാരാളം ഫ്രൂട്ട്സും കാണുന്നുണ്ട്, വെജിറ്റബിൾസും കാണുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടാവും, അറിയാത്തതും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാം 1 by 1 ആയി എഴുതുകയാണ്. ഓക്കെ, ഫ്രൂട്ട്സ് ആണ് ഫസ്റ്റ് എഴുതിയിട്ടുള്ളത്. ബനാന അറിയാം, നേന്ത്രപ്പഴം. പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ ചെറുപഴം, പൂവമ്പഴമാവാം അല്ലെങ്കിൽ റോസ്റ്റ് പഴം, അങ്ങനെയുള്ള ചെറിയ പഴങ്ങൾക്കൊക്കെയാണ് പ്ലാന്റെയിൻ എന്ന് പറയുക. പിന്നെയോ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ചക്ക. പപ്പായ എന്ന് പറഞ്ഞാൽ കർമൂസ് അല്ലെ പപ്പായ എന്ന് തന്നെ ചില നാട്ടിൽ പറയാം. പിന്നെ ആപ്പിൾ, ഓറഞ്ച് നാരങ്ങയാണ്. ഗുവാവ എന്ന് പറഞ്ഞാൽ പേരക്ക. പിന്നെ മാംഗോ മാങ്ങ അല്ലേ. ചെറി, പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക. ഗ്രേപ്സ് മുന്തിരിയാണ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അറിയാം അല്ലേ, ഒരു പിങ്ക് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ പ്ലം അറിയാം. ലെമൺ എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ. വാട്ടർമെലൺ അങ്ങനെ പറഞ്ഞാൽ ബത്തക്ക. ചിക്കു എന്ന് പറഞ്ഞാൽ സപ്പോട്ട. പിന്നെ പൊമഗ്രനേറ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മാമ്പഴം അഥവാ അനാർ അല്ലേ. ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെ പേര് എഴുതാം. വെജിറ്റബിൾസ് ക്യാരറ്റ്, ബീട്രൂട്ട്, ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ മരക്കിഴങ്ങാണ്, മരച്ചീനി. ഓക്കെ, പിന്നെ ഒനിയൻ ഉള്ളിയാണ്. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പക്ക എന്ന് പറയും. കുക്കുംബർ എന്ന് പറഞ്ഞാൽ വെള്ളരി അല്ലെങ്കിൽ കക്കിരി. പിന്നെ പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ. പൊട്ടാറ്റോ അറിയാം, ഉരുളക്കിഴങ്ങാണ്. സ്നേക്ക് ഗാർഡ് എന്ന് പറഞ്ഞാൽ പടവലമാണ്. ടൊമാറ്റോ അറിയാം, തക്കാളിയാണ്. എലിഫൻറ്റ് ഫ്രൂട്ട് യാം എന്ന് പറഞ്ഞാൽ ചേനയാണ്. പിന്നെ ബീൻസ് അറിയാം, ചില്ലി മുളക് അല്ലേ, പച്ചമുളകുണ്ട്. പിന്നെ ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്കയാണ്. പിന്നെ സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ ചീരയാണ്. ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴുതിനയാണ്. അപ്പോൾ ഇത്രയുമാണ് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേരുകൾ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്